ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 6 ടീമുകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ തവണ സംഘടിപ്പിച്ച സൂപ്പർ ലീഗ് കേരള വൻ വിജയമായിരുന്നു. പ്രഥമ സീസണിൽ കാലിക്കറ്റ് FC ആണ് ചാമ്പ്യന്മാരായത്. ബെൽഫോർട്ട് അടക്കമുള്ള താരങ്ങൾ, ഗനി നിഗം അതുപോലെ തന്നെ ബെൽഫോർട്ട് അടക്കമുള്ള താരങ്ങളുടെ തകർപ്പൻ പ്രകടനമാണ് ശരിക്കും കാലിക്കറ്റ് FCക്ക് പ്രഥമ സീസണിൽ കിരീടം സമ്മാനിച്ചത്. നിലവിൽ സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസൺ തുടങ്ങാനിരിക്കെ താരങ്ങളെയൊക്കെ ടീമിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ടീമുകളും. അതിൽ നിലവിൽ കൂടുതൽ താരങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം FC ആണ്. ആദ്യം പരിശീലകനായി കോറലിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം കാലിക്കറ്റ് FCക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ തകർത്ത് കളിച്ചിരുന്ന ഗനി നിഗത്തെ ആദ്യം സൈൻ ചെയ്തു. കൂടാതെ നിലവിൽ ഡിഫൻസിൽ നിന്നും അബ്ദുൽ അക്കുവിനെ കൂടി മലപ്പുറം FC സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 2ാം സീസണിലേക്ക് മലപ്പുറം FC കൂടുതൽ ടീം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മികച്ച താരങ്ങളെ എത്തിച്ചപ്പോൾ ഗനി നിഗത്തിന്റെയും അതുപോലെ തന്നെ അബ്ദുൽ അക്കുവിന്റെയും സൈനിങ് ശരിക്കും മലപ്പുറം FCയെ സംബന്ധിച്ചിടത്തോളം 2ാം സീസണിൽ കൂടുതൽ മുതൽക്കൂട്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാലിക്കറ്റ് FCക്ക് പ്രഥമ സീസണിൽ കിരീടം സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാൾ ഗനി നിഗം തന്നെയാണ്. ISLൽ കളിച്ച താരമാണ് ശരിക്കും ഗനി നിഗം. അതുപോലെ തന്നെ അബ്ദുൽ അക്കുവും കേരള ബ്ലാസ്റ്റേഴ്സ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമുകൾക്കൊക്കെ ISLൽ കളിച്ചിട്ടുണ്ട്. എന്തായാലും 2 മികച്ച താരങ്ങളെ കൂടി മലപ്പുറം FC സ്വന്തമാക്കിയിരിക്കുന്നു. കൂടാതെ സൂപ്പർ ലീഗ് കേരള 2ാം സീസണിന് വേണ്ടി ടീമുകളൊക്കെ നിലവിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മലപ്പുറം FCയുടെ പരിശീലകൻ ഈ മാസം അവസാനത്തോടു കൂടി ടീമിനൊപ്പം ചേരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സൂപ്പർ ലീഗ് കേരളയുടെ ഫിക്ചറുകളും മറ്റു കൂടുതൽ വിവരങ്ങളും പുറത്തു വരാനാണ് സാധ്യത.